കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു WCB സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും കണ്ടെത്തുക എന്നുള്ള കാര്യം നോക്കി. ഇനി അതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും പരസ്പരം കൺവേർട്ട് ചെയ്ത് ചെയ്യാന്നുള്ളത്. അതായത് ഫോർ ബിയറിംഗ് തന്നാൽ നമുക്ക് അതിൽ നിന്ന് ബാക്ക് ബിയറിംഗ് കണ്ടെത്തുന്നത്, ബാക്ക് ബിയറിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫോർ ബിയറിംഗ് കണ്ടെത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ ആംഗിൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക ഏത് ക്വാഡ്രൻസിൻ്റെ ഇടയ്ക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായത് ഇപ്പം ഒരു ലൈനിൻ്റെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ഫോർ ബിയറിങ് നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ദേ ഇങ്ങനെയായിരിക്കും. ആദ്യം നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് വരച്ചു കൊടുക്കും. അതിൽ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയ്ക്കാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. 60 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ദേ ഇതായിരിക്കും ആ ലൈൻ അല്ലേ. നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ലൈനായിരിക്കും അല്ലേ. അല്ലേ നോക്കിയേ, നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ആ ലൈനിൻ്റെ ഫോർ ബിയറിംഗ്. ഇപ്പോൾ ലൈനിൻ്റെ പേര് AB എന്നാണെങ്കിൽ ദേ നെക്സ്റ്റ് എൻഡ് ഇവിടെ വരും. AB എന്നാണ് ലൈനിൻ്റെ പേര് അല്ലേ. ഇവിടെ Aയും ഇവിടെ B ആകുമ്പോൾ Aയിൽ നമ്മൾ വരച്ചു കൊടുത്തു, Bയിലുള്ള പോർഷൻ്റെ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഫോർ ബിയറിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് ബിയറിംഗ് നോക്കിയേ, അത് ഏത് ക്വാഡ്രൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് വന്നിട്ടുള്ളത്? സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലോട്ടാണ് ഈ ലൈൻ ഇവിടെ ചെന്ന് മീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അത് ചിന്തിക്കാനേ ഇല്ല. ഇവിടെ ഏത് ആംഗിളാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. കണ്ടോ? അതായത് നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളത് എന്തായിട്ട് മാറി? അതിൻ്റെ ബാക്ക് ബിയറിങ് സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. നോർത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോർ ബിയറിങ്. അതിൽ നിന്ന് നമ്മളോട് ബാക്ക് ബിയറിംഗ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇത് നേരെ ഓപ്പോസിറ്റ് ക്വാഡ്രൻസ് ആക്കി കൊടുത്താൽ മതി. നോർത്ത് ഉള്ളത് എന്തായിട്ട് മാറും? നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ആളാരാ? സൗത്താണ്. അപ്പോൾ ഇത് സൗത്തായിട്ട് മാറും. ആംഗിൾ അതുപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നു 60 ഡിഗ്രി. ഈസ്റ്റ് ഉള്ളത് ആരായിട്ട് മാറും? നേരെ ഓപ്പോസിറ്റ്. ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? വെസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് വെസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഫിഗർ പോലും വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും കണ്ടെത്താണ്. നേരെ ഓപ്പോസിറ്റ് ക്വാഡ്രൻസ് ഏതാണെന്ന് ഇട്ട് കൊടുത്താൽ മതി. ആംഗിൾ സെയിം ആയിരിക്കും വരിക. കാരണം ഇവിടെ ഈ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ദേ ഈ ആംഗിളാണിത് വരിക അല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ 60 ഡിഗ്രിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കറിയാം ക്വാഡ്രന്റൽ ബിയറിൽ മാക്സിമം 0 മുതൽ 90 ഡിഗ്രി വരെ ആംഗിൾ വരത്തുള്ളൂ. അത് ഏത് ക്വാഡ്രൻ്റെ ഇടയിലാണെന്നുള്ളത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ ബിയറിങ് തന്നിട്ടുണ്ട്. അത് സൗത്ത് 70 ഡിഗ്രി വെസ്റ്റ് ആണ്. സൗത്ത് 70 ഡിഗ്രി വെസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ കേട്ടോ, ഞാനിത് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സൗത്ത് 70 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഇടയിൽ വരും നിങ്ങളൊന്ന് പറഞ്ഞേ? സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയ്ക്ക് വരും. അതായത് ഇതിൻ്റെ ഇടയ്ക്കാവും വരിക അല്ലേ. ഇതാണ് നമ്മുടെ ലൈന്. ഇത് ഇങ്ങനെ പോകുന്നു. ഏത് ആംഗിളാണ് 70 ഡിഗ്രി എന്ന് പറയുന്നത്? സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഈ ആംഗിൾ ആയിരിക്കും അല്ലേ 70 ഡിഗ്രി. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ എപ്പോഴും സൗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ എടുക്കും, അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ എടുക്കും, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ സൗത്ത് 70 ഡിഗ്രി വെസ്റ്റ് വരും. ഇനി ഇത് ഞാനിതേ ഈ എൻഡിലും ഈ ലൈനിൽ ഞാൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് ഇതായിരുന്നു ഫോർ ബിയറിംഗ്. അപ്പോൾ ബാക്ക് ബിയറിംഗ് ഇവിടെയാണല്ലോ വരിക. നോർത്തിൽ നിന്ന് ദേ ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ ഇവിടെ 70 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 70 ഡിഗ്രി തന്നെ വരും. ഇത് ഏതിൻ്റെ ഇടയ്ക്കാണ്? നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണ്. കണ്ടോ? അതായത് സൗത്ത് 70 ഡിഗ്രി വെസ്റ്റ് എന്നുള്ളത് സൗത്ത് എന്തായിട്ട് മാറി ഇവിടെ അല്ലേ? സൗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആളായിട്ട് മാറി, നോർത്തായിട്ട് മാറി. അപ്പോൾ ഇത് നോർത്ത് 70 ഡിഗ്രി നമ്മൾ അതുപോലെ തന്നെ എഴുതി കൊടുക്കുന്നു. വെസ്റ്റ് ഉള്ളത് എന്തായിട്ട് മാറും? വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആരാ? ഈസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ദേ ഈസ്റ്റ് ആയിട്ട് മാറും. സിമ്പിളായിട്ട് ചെയ്യാം. ജസ്റ്റ് നമുക്ക് തന്ന വാല്യൂ അതുപോലെ എഴുതി കൊടുക്കുന്നു. ക്വാഡ്രൻസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി കൊടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഞാൻ എഴുതാം കേട്ടോ. നോർത്ത് 30 ഡിഗ്രി വെസ്റ്റ്. ഇതാണ് ബാക്ക് ബിയറിംഗ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോർ ബിയറിംഗ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നോർത്ത് ഉള്ളത് എന്തായിട്ട് മാറും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളാരാണ്? സൗത്തായിട്ട് മാറും. 30 ഡിഗ്രി നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. വെസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാളുള്ളത്? ദേ ഈസ്റ്റ് ആണ് വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ ദേ ഇങ്ങനെയായിട്ട് മാറി. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ബാക്ക് ബിയറിംഗ്. അപ്പോൾ ഫോർ ബിയറിംഗ്
അപ്പോൾ ബാക്ക് ബിയറിംഗ് തന്നാൽ ഫോർ ബിയറിംഗ് കാണാനും ഫോർ ബിയറിംഗ് തന്നാൽ തിരിച്ച് ബാക്ക് ബിയറിംഗ് കാണാനും ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ക്വാഡ്രൻസ് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുന്നു. ആംഗിൾ എന്തായിട്ട് നമ്മൾ എഴുതുന്നു? സെയിം ആംഗിൾ എടുത്ത് എഴുതുന്നു. എന്നാൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം, നിങ്ങളത് ചെയ്തിട്ട് കമൻറ്റിൽ ഇടണം കേട്ടോ. ഒന്ന് സൗത്ത് 50 ഡിഗ്രി വെസ്റ്റ്, അടുത്തത് നോർത്ത് 33 ഡിഗ്രി ഈസ്റ്റ്, അടുത്തത് സൗത്ത് 55 ഡിഗ്രി ഈസ്റ്റ്. ഇതിൻ്റെ എല്ലാം ബാക്ക് ബിയറിംഗ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കമൻറ്റിലിടണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. തൊട്ട് മുമ്പ് പറഞ്ഞ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലുള്ളതിനേക്കാളും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. തിരിച്ച് ബാക്ക് ബിയറിംഗ് ഫോർ ബിയറിംഗ് കാണാനും ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് കാണാനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോലുമില്ല. ജസ്റ്റ് ആ ക്വാഡ്രൻസ് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുന്നു, ആംഗിൾ സെയിം എടുത്ത് എഴുതുന്നു. ഇനി മറ്റേതിലാണെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ജസ്റ്റ് 180 ഡിഗ്രി ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു. വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.